നമ്മുടെ ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ യു കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതിനകത്ത് ഞങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രീ സ്ക്രീനിങ് ഫോർമാലിറ്റീസ് ഉണ്ട്. വരുന്ന എല്ലാവരും എടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും യു എസ് തന്നെയാണ്. അതിനുശേഷം എന്തായിരിക്കും? യു എസ് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പം യു കെയും ഓസ്ട്രേലിയയാണ്. കാരണം വേൾഡിലെ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 70% ഡോമിനേറ്റ് ചെയ്യുന്ന ഈ 3 രാജ്യങ്ങളാണ്. അതിൽ ഓസ്ട്രേലിയ വളരെ പോപ്പുലറാണ്. കാരണം ഓസ്ട്രേലിയയിൽ നേരത്തെ പറഞ്ഞ പോലെ PR ഫ്രണ്ട്ലി ആണ്, സാധ്യത കൂടുതലാണ്. പിന്നെ യൂണിവേഴ്സിറ്റീസ് എല്ലാം വേൾഡ് ക്ലാസ് ആണ്. ഒരുമാതിരിപ്പെട്ട ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും ഒരു വേൾഡ് ടോപ്പ് 100 to 200 വരുന്നതാണ്. പിന്നെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഹയസ്റ്റ് 5 വർഷം വരെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഓസ്ട്രേലിയ കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാവുന്ന മാത്രമല്ല, ഏറ്റവും ഹയസ്റ്റ് മിനിമം വേജ് പോലും ഓസ്ട്രേലിയയിലാണ് ലോകത്ത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് റിവിഷൻ അനുസരിച്ച് $26.5 കണ്ടാണ് ഒരു മണിക്കൂർ കിട്ടുന്നത്. ഒരു മണിക്കൂർ വർക്ക് ചെയ്യുക. അത് അവിടെ മിനിമം വേജ് ആണ്. ബട്ട് ഇന്നലെ ഞാനൊരു സ്റ്റുഡൻറ്റിനെ കണ്ടു. ഹി സെഡ് ദാറ്റ്സ് എ മിനിമം. ഇവിടെ ആ ഒരു മണിക്കൂറിൻ്റെ വേതനം ഇന്ത്യയിൽ ഒരു ദിവസത്തേക്കില്ല. 26 എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 1,800-2,000 രൂപീസായി. അതെ. അപ്പോൾ അത്രയും ഏർണിംഗ് പൊട്ടൻഷ്യലുണ്ട്. പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ വർഷവും 3-4 മാസം വെക്കേഷൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് അൺലിമിറ്റഡ് വർക്ക് റേറ്റ്സ് ഉണ്ട്. അത് ശരി. അപ്പം നമുക്ക് സബ്സ്റ്റാൻഷ്യലി ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലും ഓസ്ട്രേലിയയിലുണ്ട്. അതാണ് ഓസ്ട്രേലിയയുടെ ബെനിഫിറ്റ്സ്. പിന്നെ ഓസ്ട്രേലിയയുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പം ഈ റീഫോം യു കെ പോലെ എല്ലാ രാജ്യങ്ങളിലും ഒരു ആൻറ്റി ഇമിഗ്രന്റ് പോളിസി വരുന്നുണ്ട്. യൂറോപ്പിൽ മൊത്തം വേൾഡ് വൈഡ് വരുന്നുണ്ട്. ഡെൻമാർക്കിൽ എല്ലായിടത്തും വരുന്നുണ്ട്. ഇതിന്റെ റീസൺ എന്താ? നമ്മളുടെ ആൾക്കാർ തന്നെയാണ്. നമ്മൾ ബേസിക്കലി ഒരു രാജ്യത്ത് പോയി പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ട്രൈ ടു ഫോളോ ദെയർ കൾച്ചർ. അതിന് പകരം നമ്മൾ വി ട്രൈ ടു ഇമ്പോസ് നമ്മുടെ കാര്യങ്ങൾ, അവർ ഐഡിയോളജി. അതെ, കാനഡയിലൊക്കെ വേൾഡ് കപ്പ് സമയത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും ഡൈജസ്റ്റ് ആവത്തില്ല. റോഡ് മുഴുവനും ക്ലോസ് ചെയ്തിട്ട് വേൾഡ് കപ്പ് ജയിച്ചപ്പോഴും പാരീസിൽ കണ്ടില്ല കഴിഞ്ഞ ദിവസം കൂട്ടിയിട്ട് തീ എത്തിക്കുക. അതെ, ഞങ്ങൾ അയർലൻഡൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 1997 അയർലൻഡിൽ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സ്റ്റുഡൻസ് ബാച്ച് അയർലൻഡിൽ പോയത് ഗ്ലോബൽ വഴിയാണ് ഒഫീഷ്യലി. കാര്യം അതുവരെ 1-2 സ്റ്റുഡൻസ് റാൻഡം ബേസിൽ പോകുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഒഫീഷ്യലി ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ വിസ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത് ഞങ്ങളാണ്. അന്ന് മുതൽ അയർലൻഡിൽ ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അയർലൻഡിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ലാൻഡ് ഓഫ് 1000 വെൽക്കംസ് എന്നായിരുന്നു. കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന രാജ്യമായിട്ടാണ് അയർലൻഡിനെ കണ്ടുകൊണ്ടിരുന്നത്. ഞാനും പല പ്രാവശ്യം അയർലൻഡിൽ പോയിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അയർലൻഡ്. പക്ഷെ ഇപ്പം ഒരുപാട് എന്തൊക്കെയാണ് നമ്മൾ അയർലൻഡിനെ പറ്റി കേൾക്കുന്നത്. കാരണം അവരെ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു ഇന്ത്യക്കാരുടെ കുട്ടി സൈക്കിളിൽ പോകുമ്പോൾ ഐറിഷ് പീപ്പിൾ അവരെ അറ്റാക്ക് ചെയ്തു. ഐറിഷ് പീപ്പിൾ അല്ല ഇത്. ബേസിക്കലി അറ്റാക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഈ ടീനേജ് കുട്ടികളില്ലേ, അവർക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ ഇപ്പം ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ ഒരു എക്സസ് നമ്പർ ഓഫ് നോർത്ത് ഇന്ത്യ ബംഗാളികൾ വന്ന് താമസിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ചെറിയ ഒരു മാറ്റം വരും. ഇതേപോലെ പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ പാർട്ടായിട്ട് ഈ എല്ലായിടത്തും കുറേ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും നമ്പേഴ്സിൽ കൺസിഡറബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് കുറയ്ക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പഴയ പോലെ പോകാൻ പറ്റുന്നില്ല, ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ആ ബൂമൊന്നും കഴിഞ്ഞു. അതെ, അല്ല അത് എല്ലാ രാജ്യത്തും ഇല്ല. അപ്പം പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് ഓസ്ട്രേലിയ പോലെ. അപ്പം കാനഡയുടെ വിസ ഇഷ്യൂൻസ് റേറ്റ് സബ്സ്റ്റാൻഷ്യലി വളരെ കുറച്ചു. അവരുടെ പഴയ വിസ പോളിസി കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇപ്പം പുതിയ രീതിയിലുള്ള ജനറൽ കാറ്റഗറി വിസ ഇപ്പം ഉള്ളത്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂൻസ് റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 30% പോലും ഇല്ല ഇപ്പോൾ. അപ്പം അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ചലഞ്ചസ്. പിന്നെ യു കെ അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ വളരെ നല്ലൊരു രാജ്യമാണ്. ഞങ്ങളെപ്പോഴും യു കെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പഠിക്കുന്നതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ പൂനെയിലോ ഡൽഹിയിലോ ഒക്കെ പോയി പഠിക്കണമെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമെങ്കിൽ ഒരു 15 മുതൽ 20 ലക്ഷം രൂപ വേണ്ടി വരും. അതേസമയം ഇതേ ഫീസ് ഉണ്ടെങ്കിൽ യു കെ പോയി ഒരു ഡീസൻ്റ് റാങ്ക്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി ഒരു മാസ്റ്റേഴ്സ് ചെയ്യാം. ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം പാർട്ട് ടൈം ജോലി ചെയ്യാം, അവരുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചു കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളം വർക്ക് പെർമിറ്റ് ഉണ്ട്. ആ സമയത്ത് അവരുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ പഠിച്ചാലും അത് പറ്റില്ലല്ലോ. ഈ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണോ നല്ലതെന്ന് പറയുന്നത്? അങ്ങനെയല്ല. നമ്മൾ ബേസിക്കലി പബ്ലിക് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഒരു ക്വാളിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോഫിറ്റ് മേക്കിംഗ് യൂണിവേഴ്സിറ്റി ആകുമ്പോഴാണ് ഇഷ്യൂസ് വരുന്നത്. പ്രോഫിറ്റ് മേക്കിംഗ് അതെ, ചില സ്റ്റുഡൻസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞിട്ട് മനഃപൂർവ്വം തോൽപ്പിച്ചു, വീണ്ടും പരീക്ഷ ഫീസ് അടയ്ക്കണം. ഇങ്ങനെയുള്ള കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ. അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഫീസും കുറവായിരിക്കുമല്ലോ അല്ലേ? കമ്പാരിറ്റീവ്ലി ഫീസും കുറവാണ്.
അതിനകത്ത് ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചില നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവർ നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ചില പ്രൈവറ്റ് ക്രിസ്ത്യൻ മിഷനറി നടന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയല്ലേ, അതുപോലെ കാത്തലിക് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. അത് ഞങ്ങൾ നോ പറയാറില്ല. കാരണം അത് പ്രോഫിറ്റിന് വേണ്ടിയല്ല, അത് ഒരു പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, ചാരിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവിടെ സബ്സ്റ്റാൻഷ്യലി ഫീസും ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ UK ആ ഒരു പെർസ്പെക്റ്റീവ് പോവുകയാണെങ്കിൽ, നമുക്ക് ഇന്ത്യയിൽ പഠിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ UK വളരെ നല്ലൊരു ഓപ്ഷനാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങയുടെ ഒരു വ്യക്തിപരമായ ഒരനുഭവത്തിൽ 33 വർഷം മുമ്പ് നമ്മൾ എറണാകുളത്ത് കലൂരാണ് ഗ്ലോബൽ ആരംഭിക്കുന്നത്. അന്ന് ഈ ആളുകൾക്ക് ഇത്രയും ഒരു കമ്പം ഉണ്ടായിരുന്നോ വിദേശത്ത് പോയി? ഞാൻ പറയാം, ഞങ്ങൾ 93 സ്റ്റാർട്ട് ചെയ്തത്. 93 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 to 4 years ഒരു ലിറ്ററലി സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. ആരും വരുന്നില്ല, നിർത്തിപ്പോണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അത്. 2-3 വർഷം ബ്രേക്ക് ഈവൻ പോയിന്റ് പോലും മീറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് സ്ലോലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളൊക്കെ അത്യാവശ്യം സ്റ്റുഡൻസൊക്കെ പോയി തുടങ്ങി. പക്ഷെ ഒരു ബൂമൊക്കെ ഉണ്ടായത് ലേറ്റ് 2000s 2020-ലൊക്കെയാണ്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങയുടെ സ്ഥാപനം വഴി പോയ ഒരുപാട് പേർ എന്നെ വിളിച്ചു. മനോജ് സാർ വഴി പോയ ഞങ്ങളുടെ അപ്പം പറഞ്ഞ മുഴുവൻ ശരിയാണ്. നമുക്ക് 100% റിലേ ചെയ്യാവുന്ന വിശ്വാസത്തിലെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് US-ലൊക്കെയുള്ള ചില ആളുകൾ എനിക്ക് മെസ്സേജൊക്കെ അയക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രീ സ്ക്രീനിങ് ഫോർമാലിറ്റീസ് ഉണ്ട്. വരുന്ന എല്ലാവരും എടുക്കാൻ പറ്റില്ലല്ലോ. കാര്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓസ്ട്രേലിയ പോകാൻ വരുന്ന സ്റ്റുഡൻറ്റിന് ഓസ്ട്രേലിയയിലെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വിസയ്ക്ക് വേണ്ടിയുള്ളത് മീറ്റ് ചെയ്യാനുണ്ടോ, അയാളുടെ അക്കാഡമിക് പ്രൊഫൈൽ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളത് പ്രൊസീഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. അല്ലാതെ കയറ്റി വിട്ടിട്ട് നീ അനുഭവിച്ചോ എന്ന് പറയുന്നത് പോകാൻ പറ്റില്ല. കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ അഡ്മിഷൻ കിട്ടില്ല. അഡ്മിഷൻ കിട്ടിയാൽ പോലും വിസയ്ക്ക് പോകുമ്പോൾ നമ്മളവിടെ സ്റ്റക്ക് ആവും. അപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റ് അക്കാഡമിക് പ്രൊഫൈല് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതിവിടെ മാത്രം ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. വരുന്ന എല്ലാവരെയും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ടോട്ടൽ നമ്പേഴ്സ് പറയുന്നത് 10,000 സ്റ്റുഡൻസ് എന്നാണ്. ഇത്രയും വർഷമായിട്ട് ഒരു വർഷം ഇതിൽ കൂടുതൽ സ്റ്റുഡൻസിന് ഇവിടുന്ന് ആൾക്കാരുണ്ട്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നാറുണ്ട്. 1993 ഗ്ലോബൽ കൊച്ചിയിൽ ആരംഭിക്കുന്നു. അന്ന് വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വളരെ കുറച്ച് അവയർനെസ്സേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ഇന്നുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ തലമുറയ്ക്ക് 2000-ന് ശേഷമുള്ള ജെൻസി കിഡിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമില്ല, ഇൻ്റർനെറ്റ് ഇല്ല. അതെ, അത് അക്കാലത്തൊക്കെ എങ്ങനെ പ്രവർത്തിച്ചു? അതായത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കാണിച്ചു കൊടുത്താൽ മതി. അതെ. അന്ന് നമുക്കൊരു യൂണിവേഴ്സിറ്റിയെ പറ്റി സംസാരിക്കണമെങ്കിൽ, ഒരു കോഴ്സിനെ പറ്റി സംസാരിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതിന് നമ്മൾ യൂണിവേഴ്സിറ്റി കാറ്റലോഗ്സ് ബൈ സിമെയിൽ ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റിയുടെ കാറ്റലോഗ്സ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാറ്റലോഗ് വെച്ചായിരുന്നു നമ്മൾ കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടുത്ത ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ ഇന്നത്തെ പോലെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മളൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ പ്രിലിമിനറി ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന റിക്വസ്റ്റ് ഉണ്ട്. പ്രീ ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് നമ്മൾ പോസ്റ്റിൽ അയച്ചു കൊടുക്കും. അയച്ചാൽ യൂണിവേഴ്സിറ്റി കിട്ടാൻ തന്നെ 10-20 ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം എടുക്കും ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടാനായിട്ട്. ഈ ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാ ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ചയച്ചു കൊടുക്കും. അത് കൊറിയറിലയക്കാം, സ്പീഡ് പോസ്റ്റിലയക്കാം. അപ്പോൾ ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞു പോകത്തില്ലേ? ഒരു വർഷത്തെ പ്രോസസ്. ഒരു വർഷത്തെ പ്രോസസ് ആയിരുന്നു. വിദേശത്ത് പോകണമെങ്കിൽ ഒരു വർഷം, ഓൾമോസ്റ്റ് ഒരു വർഷത്തെ പ്രോസസ് ആയിരുന്നു. അല്ലാതെ പറ്റത്തില്ല. ഇപ്പോൾ എല്ലാം ഫിംഗർ ടിപ്സിലുണ്ട്. കാര്യം മാത്രമല്ല, നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചു. ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ തുടങ്ങുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ്. അവരുടനെ അവിടുന്ന് ഒരു ലെറ്റർ അയക്കും. അതിവിടെ വരാൻ 15 ദിവസം എടുക്കും. ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളെ വീണ്ടും ആ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് രണ്ടാമത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അവിടെ പോകാൻ പിന്നെയും 15 ദിവസം എടുക്കും. അങ്ങനെ തന്നെ ഒരു മാസത്തോളം നമുക്ക് ഫ്രീ കിട്ടും. അപ്പം അങ്ങനെയുള്ള ചലഞ്ചസ് എല്ലാം ഓവർകം ചെയ്താണ് നമ്മൾ ഇപ്പോൾ വളരെ സിമ്പിൾ അല്ലേ, ഫിംഗർ ടിപ്സിൽ. ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ വലിയ എന്തോ ഒരു അത്ഭുത കഥ പോലെ തോന്നും. അതെ. അന്ന് അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ഇപ്പം എല്ലാം മാറി. ഇപ്പം എല്ലാം ഫിംഗർ ടിപ്സിലുണ്ട്. നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷനും ഏത് യൂണിവേഴ്സിറ്റി തന്നെ കാണാം. നമുക്ക് ഉണ്ടല്ലോ. അതെ, വിർച്വൽ ക്യാമ്പസ് ടൂർ ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോഴ്സ് കണ്ടന്റ് എന്തൊക്കെയാണ്, അതിൻ്റെ എല്ലാ മോഡ്യൂൾസും അതിനകത്ത് കാണാൻ പറ്റും. നമുക്കെല്ലാം വളരെ ഈസി ആയിട്ട്. മറ്റത് നമ്മൾ പറഞ്ഞ പോലെ കാറ്റലോഗ്സ് എടുത്ത് നോക്കി
അന്ന് പിന്നെ ഫോട്ടോ കോപ്പി എടുക്കണം, ഫോണിൽ ഫോട്ടോ എടുക്കാൻ പറ്റും, അതെ അതെ അതെ, ഫോട്ടോ മൊബൈൽ ക്യാമറ ഇല്ല. അതെ, ഫോട്ടോ സ്റ്റാറ്റ് സെന്ററിൽ പോയി ഫോട്ടോ കോപ്പി എടുത്ത് ഇതൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കും.